സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി തിരുവോത്തിനെ പറ്റിയിട്ടുള്ളതാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം പാർവതി എന്ന് പറയുന്ന നടിയെ, അടിപൊളി നടിയല്ലേ. അതായത് ആ എന്നും നിൻ്റെ മൊയ്തീൻ, അതുപോലെ ഉയരെ, പിന്നെ ടേക്ക് ഓഫ്, ഇങ്ങനെയുള്ള ചില സിനിമകൾ, എന്തിനധികം പറയുന്ന അവസാനം വന്ന പുഴു, ഇങ്ങനെയുള്ള കുറച്ച് സിനിമകൾ മതി പാർവതി എന്ന് പറയുന്ന നടിയുടെ റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ മലയാളത്തിലും മാത്രമല്ല ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നല്ല നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ, ബാംഗ്ലൂർ ഡേയ്സിൽ എന്താ കഥാപാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോഴും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു അഹങ്കാരം, അതായത് അഹങ്കാരം കൊണ്ട് തന്നെയാണ് അവർ ഈ ഫീൽഡിൽ നിന്നും ഔട്ടായത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷേ ചില ആൾക്കാർ പറയും അങ്ങനെ കാലും കൈയും പിടിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചില ആൾക്കാർ പറയും. പക്ഷേ അതൊന്നും വേണ്ട. പക്ഷേ സാമാന്യ മര്യാദയിൽ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേര് ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മയാണ് സിനിമ. അതായത് ഇപ്പോൾ മോഹൻലാൽ മാത്രം അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സിനിമയാവില്ല. അതിൻ്റെ കൂടെ സിദ്ദിഖും അതുപോലെ തന്നെ മഞ്ജു വാര്യറും ഇങ്ങനെയുള്ള ഒരുപാട് നടന്മാർ വരുമ്പോഴാണ് അതൊരു സിനിമയാകുന്നത്. അല്ലാതെ മോഹൻലാൽ മാത്രം പോയിട്ട് അവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടൊരു ഒന്നും ആവില്ല. അതേപോലെ പാർവതി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർവതി മാത്രമല്ല സിനിമ, പാർവതിയുടെ കൂടെ മറ്റുള്ളവരും കൂടി ചേരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുന്നത്. പാർവതി നല്ല അടിപൊളി അഭിനേതാവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നിൻ്റെ മൊയ്തീൻ എന്നുള്ള സിനിമയിൽ കാഞ്ചനമാലയായിട്ട് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു അഭിനേതാവാണ്. അന്നൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു പാർവതിയെ, ഒരുപാട് ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ഇടക്കാലത്തെ ആ ഇഷ്ടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? പാർവതി അതായത് അവരുടെ പ്രേക്ഷകരെ മറന്ന് പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. അവർക്ക് വലിയ ആളാകാനാണോ, ഇനി മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാനാണോ എന്നറിയില്ല. നമ്മുടെ മഹാനായ മമ്മൂക്കയെക്കുറിച്ച് അന്ന് കസബ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കാര്യം പറഞ്ഞ് അവർ വളരെ മോശമായി സംസാരിച്ചത് കൊണ്ടാണ് ശരിക്ക് ഈ പാർവതിക്ക് പ്രേക്ഷക പിന്തുണ ഒരുപാട് നഷ്ടപ്പെടാനുള്ള കാരണമുണ്ടായത്. അവരുടെ ലൈഫ് അവർ തന്നെ കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. 1988 കോഴിക്കോട് ജില്ലയിലാണ് ഇവർ ജനിക്കുന്നത്. പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ. 2006 ഔട്ട് ഓഫ് സിലബസ്, അതുപോലെ തന്നെ നോട്ട്ബുക്ക്, വിനോദയാത്ര എന്നിങ്ങനെയുള്ള സിനിമകളാണ് അവർക്ക് ആദ്യമായി കിട്ടിയത്. അതിൽ വിനോദയാത്രയും ഈ നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമയിലും കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരുന്നു. എനിക്ക് തോന്നുന്നത് വിനോദയാത്രയിൽ മുകേഷ് ഏട്ടൻ്റെ സഹോദരിയായിട്ട് ഉള്ള ആ ഒരു അഭിനയമാണ് പാർവതിയെ തിരിച്ചറിയുന്ന നിലയിലേക്ക് ആക്കിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത്, മറ്റ് മമ്മൂക്കയോ മോഹൻലാലിനെയോ ഒന്നും അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലായിരുന്നു അവരുടെ പലതരത്തിലുള്ള ഇൻ്റർവ്യൂകൾ. ഇപ്പോൾ തന്നെ ഈ ഒരു കഥ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു FM-ൽ അവർ കുറേ നാൾ മുമ്പ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. ഒരു FM-ൽ കൊടുത്താണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതായത് സൂപ്പർ താരങ്ങളുണ്ട്, അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് അലിയും അതുപോലെ റീമ കല്ലിങ്കലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ, ഇങ്ങനെ 2-3 പേരെയാണ്. അപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. കാരണം നമുക്കെല്ലാവർക്കും ഈ നടന്മാരെ രണ്ടുപേരെയും ഇഷ്ടമാണ്. ഫഹദ് ഫാസിലിനെ ആയാലും അതുപോലെ ആസിഫ് അലിനെ ആയാലും നമുക്കിഷ്ടമാണ്. പക്ഷേ നമുക്ക് മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞിട്ട് മാത്രമേ ഇവരുള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ മോഹൻലാലും മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള 2 വ്യക്തികളാണ്. അപ്പോൾ അവരെ ഇങ്ങനെ താറടിച്ചിട്ടും ഈ ചെറുതാക്കിയിട്ടും കാണിക്കുമ്പോഴും മമ്മൂക്കയ്ക്ക് എന്നിട്ട് ഒരു ദേഷ്യവും അവരോടില്ല കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ അവസാനം ഇറങ്ങിയ പുഴു എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയാണ് നായകൻ. അതിനകത്ത് മമ്മൂക്കയുടെ സഹോദരിയായിട്ട് അഭിനയിച്ചത് പാർവതിയാണ്. ആ പാർവതി ആ കഥാപാത്രത്തിന് ഭയങ്കര അനുയോജ്യമാണ്. മമ്മൂക്ക എന്നോ വിചാരിച്ചിട്ട് അയ്യോ പാർവതി വേണ്ട എന്നൊന്നും പറയാൻ മമ്മൂക്ക പോയില്ല. അതാണ് മമ്മൂക്ക. അവിടെയാണ് നമ്മളൊരു മനുഷ്യൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കസബ എന്ന് പറയുന്ന സിനിമയിൽ നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത ആ സിനിമയിലെ പോലീസുകാരൻ്റെ ഭാഷ വളരെ മോശമാണ്. അങ്ങനെ സംസാരിക്കാൻ മമ്മൂക്ക പാടില്ലായിരുന്നു. മമ്മൂക്കയുടെ കഥാപാത്രമാണ് സംസാരിച്ചതെന്ന് ആ സിനിമ കണ്ടു കഴിഞ്ഞ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും അത് മമ്മൂക്കയല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കാതൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരിക്കലും അഭിനയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവിടെ മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു ആക്ടറാണ്.
അല്ലാതെ അവിടെ പിന്നെ എന്താ പറയുക വേറെ ഒരു മറ്റൊരാളല്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അതുപോലെ ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ മറ്റൊരു സംഘടനയുണ്ടാക്കി ആ സംഘടനയിൽ ഇവർ പ്രതീക്ഷിച്ചതുപോലെ ആൾക്കാരെ കിട്ടിയില്ല. അവിടെ മഞ്ജു വാര്യരൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം ആ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും അവർ ആ സംഘടനയിൽ നിന്ന് മാറി. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ആ സംഘടനയിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതാണ്. അതൊന്ന് എനിക്ക് തോന്നുന്നത് ഇവരുടെ ആ ഒരു ഇത് പിടിപ്പുകേട് തന്നെയാണ്. അതായത് മറ്റുള്ള നടന്മാരെയോ അംഗീകരിക്കാൻ കഴിയാത്ത എന്തോ ഒരു ഇതുപോലെ, അതായത് വെറുതെ കുറേ നടിമാർ മാത്രം ഒരിക്കലും സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് കാര്യമാവില്ല, നടന്മാരും കൂടി വേണം. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ 400-450 അംഗങ്ങളുള്ള അമ്മയോട് മത്സരിക്കാനൊന്നും ഇവർക്ക് കഴിയില്ല. ഒരിക്കലും കഴിയില്ല ഇവർക്ക്. അത് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 450 അംഗങ്ങളുള്ള അമ്മയിലെ സംഘടനകളോട് എങ്ങനെ ഇവർ മത്സരിക്കും? ഈ 4-5 ആൾക്കാരെ വെച്ചിട്ട് ഇവർക്കിപ്പോൾ അങ്ങോട്ട് കയറാനും പറ്റില്ല. അതതിൻ്റെ ഏറ്റവും വലിയ രസം. അതായത് ഈ അമ്മ സംഘടനയിൽ നിന്നെല്ലാം പുറത്ത് വന്നില്ലേ, സ്വയം ഒഴിവാക്കിയിട്ട് പുറത്ത് വന്നതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് കയറ്റത്തുമില്ല. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാലും കയറ്റൂല എന്നുള്ളതാണ്. ഇവർ പോകാനും പോകുന്നില്ല. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആൾ ഔട്ടായിട്ടാണ് ഉള്ളത്. സിനിമയിൽ നിന്ന് ഔട്ടാണ്. പാർവതീനെ ഇപ്പോൾ നമ്മൾ കാണുന്നേയില്ല. അപ്പോൾ പാർവതീൻ്റെ ആ ഇതുകൊണ്ട് മാത്രം, പാർവതീൻ്റെ ആ ഒരു എന്താ പറയേണ്ടത്, മറ്റുള്ളവരെ അംഗീകരിക്കാൻ മടിയുള്ളത് കൊണ്ട് മാത്രവും, അതുപോലെ അവരെന്തോ പിന്നെ നമ്മളെന്തോ വലിയൊരു സംഭവമാണ്, അതായത് നമ്മൾ മാത്രമാണ് ഇവിടുത്തെ കലാപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നല്ല രീതിയിൽ എന്നുള്ള ഒരു തലക്കനവും ഉള്ളതുകൊണ്ടാണ് പാർവതി ഇപ്പോഴും ഔട്ടായിട്ട് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ പാർവതി എവിടെ എത്തേണ്ടതായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര വലിയ നിലയിലെത്തേണ്ട ഒരു നടിയാണ്. ഒരു പക്ഷേ ഒരു മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ പിന്നെ മഞ്ജു വാര്യരെ അതുപോലെ ഒരു പക്ഷേ പണ്ടൊക്കെ അഭിനയിച്ച ഗീത, ഉർവശി അതുപോലെ ഒരു ലെവലിലെത്തേണ്ടതാണ്. അത് ഒരു എന്താ പറയുക പാൻ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടേണ്ട ഒരു നടിയായിരുന്നു. അതുപോലെയുള്ള സൗന്ദര്യം, അതുപോലെയുള്ള ശരീര ആകാരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമുക്കറിയാലോ ഹിന്ദി നടിമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെയൊക്കെ ആ മെലിഞ്ഞ ശരീരമാണ്. അതുപോലെ തന്നെയായിരുന്നു പാർവതിക്കും. അപ്പം അങ്ങനെയുള്ള പാർവതി അവരുടെ ആ ഒരു എന്താ പറയേണ്ടത് ഏതോ പറയാനില്ല ഫെമിലീസാ അതുകൊണ്ട് അങ്ങനെ അവരുടെ ഇത് നശിപ്പിച്ചു എന്നുള്ളതാണ്. കുറേ ആൾക്കാരുണ്ട് അങ്ങനെ. പാർവതി മാത്രവുമല്ല, പാർവതിയുടെ ആ ഒരു സംഘടനയിലുള്ള മിക്ക ആൾക്കാരും ഇപ്പോൾ സിനിമയിൽ നിന്ന് ഔട്ടാണ്. അവരെയൊക്കെ ഒതുക്കിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ ഒതുക്കിയത് തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവരൊക്കെ സിനിമയിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ചൊറയാന്ന് കണ്ടതുകൊണ്ട് ഒതുക്കിയതായിരിക്കാം. അല്ലാതെ വേറെയൊന്നുമല്ല. ഇവരുടെ പിന്നെ എന്താ പറയുക അടുത്ത സംവിധായകരും അവരൊക്കെ ഒരു സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ ഈ നടന്മാരെയൊക്കെ നോക്കണ്ടല്ലേ. ഇപ്പം മമ്മൂട്ടീനെയും മോഹൻലാലിനെയൊക്കെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാകും. ഇവരോടുള്ള ബന്ധമുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവരെ കൂടിയാന്നേ എല്ലാവരും നിൽക്കുള്ളൂ. അതായത് ഈ 12 പേരുടെ കൂടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ലാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.